ചില ഗെയിമുകൾ കൂടുതൽ അപകട സാധ്യതയുണ്ടെന്ന് പറയാനും കഴിയുകയില്ല, തീരെ അപകടമില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായ മേൽനോട്ടവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ വെർച്വൽ ഗെയിമുകൾക്ക് ചില ഗുണങ്ങളുണ്ട്. മാതാപിതാക്കളുടെ പൂർണ്ണമായ പിന്തുണയും ശ്രദ്ധയും വേണം വെർച്വൽ ഗെയിമുകൾക്ക്. കൃത്യമായ ഉറക്കം, ഇതിലേക്ക് അഡിക്ഷൻ പോകാതെ നമ്മൾ കൂടിയിരുന്ന നമ്മുടെ മേൽനോട്ടത്തിലാണ് ഈ ഗെയിമുകൾ കുട്ടി ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് പ്രായത്തിനനുസരിച്ചുള്ള ഗെയിമുകൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, കൂടുതൽ അറിവുകൾ, അങ്ങനെയുള്ള ഏറ്റവും കുട്ടികൾക്ക് മികച്ച ഗെയിമുകൾ, വെർച്വൽ ഗെയിമുകൾ അവരുടെ പ്രശ്ന പരിഹാരത്തിനും ബുദ്ധി വികാസത്തിനും നല്ലതാണ്. എന്നാൽ ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, നമ്മളുടെ മേൽനോട്ടവും ശ്രദ്ധയും ഇല്ല എന്നുണ്ടെങ്കിൽ വയലൻസ് ഉണ്ടാകാനും അങ്ങനെയുള്ള ഗെയിമുകൾ കാണാനും ഒക്കെയുള്ള സാധ്യതകൾക്കും കണ്ണ്, തലച്ചോറ് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നതും കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. കാരണം അതവർക്ക് ഉത്കണ്ഠ, വിഷാദം, ഗെയിമിൽ തോറ്റാൽ ഇതൊരു കളി മാത്രമാണെന്നും ഇതൊരു ബുദ്ധിവികാസത്തിന് വേണ്ടിയുള്ളതാണ്. ഇവരിതും അറിഞ്ഞിരിക്കണം. ഈ കാലഘട്ടത്തിൽ കൂടുതൽ കളികളിൽ നമ്മൾ കൂടിയിരുന്ന് മറ്റു കളികളിലും മറ്റ് ആക്ടിവിറ്റീസിലും പഠിത്തത്തിലും ഒക്കെ നമ്മൾ എന്റർടൈൻ ചെയ്യുക. പക്ഷെ കുട്ടി ഇത് അറിയാതെ ഇരിക്കരുത്. പക്ഷെ നമ്മുടെ മേൽനോട്ടവും ശ്രദ്ധയും വേണം. അങ്ങനെയുള്ള കുറച്ച് ഗെയിംസുകൾ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. പക്ഷെ അഡിക്ഷനിലേക്ക് പോകാതെ അത് അപകടകരമല്ലാത്ത രീതിയിൽ നമ്മുടെ ശ്രദ്ധയും മേൽനോട്ടവും ഉണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ കുട്ടിയുടെ മാനസിക വികാസത്തിന് നല്ലതാണ്.